ഹായ് കുട്ടി, എന്റെ പേര് രഞ്ജി. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടല്ലേ? അപ്പൊ ഞാന് ഒരു കഥ പറഞ്ഞു തരാനാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കാട്ടിലേക്ക് പോയാലോ? പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കാടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് നിറയെ കൂട്ടുകാരും. ആരാ കൂട്ടുകാര്? നിറയെ മൃഗങ്ങള്. അപ്പൊ അങ്ങനെ ഒരു ബാലുക്കരടിയും ഒരു കൗശലക്കാരൻ കുറുക്കനും ആ കാട്ടിൽ താമസിച്ചിരുന്നു. നമുക്കിന്ന് അവരുടെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോ ഒരു ദിവസം ബാലുക്കരടി കുറേ നല്ല തേൻ കിട്ടി. ബാലുക്കരടി അതെല്ലാം കൂടി ഒരു കുടത്തിലാക്കി വീട്ടിലേക്ക്, തന്റെ ഗുഹയിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് കൗശലക്കാരൻ കുറുക്കൻ അത് കാണുന്നത്. അപ്പൊ കൗശലക്കാരൻ കുറുക്കന് ഒരാഗ്രഹം, കുറച്ച് തേൻ കുടിച്ചാലോ? അങ്ങനെ അവൻ കരടിച്ചേട്ടനോട് ചോദിച്ചു, കരടിച്ചേട്ടാ എനിക്ക് കുറച്ച് തേൻ തരാമോ? അപ്പൊ കരടിച്ചേട്ടൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു, അതിനെന്താ, നിനക്ക് തേൻ തരാലോ എന്ന് പറഞ്ഞ് ആ തേൻ കുടം കുറുക്കന് കൊടുത്തു. കുറുക്കൻ മതിയാവോളം തേൻ കുടിച്ചതിന് ശേഷം തേൻകുടം തിരികെ കൊടുത്ത് നന്ദി പറഞ്ഞ് യാത്രയായി. പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. കരടി ഒരു കുടം നിറയെ തേനും കൊണ്ടുവരുന്നു. കുറുക്കൻ അത് കാണുന്നു. കരടിയോട് തേൻ ചോദിച്ചു. കരടി തേൻ കൊടുത്തു. കുറുക്കൻ കുടിച്ചു. സന്തോഷത്തോടെ അന്ന് യാത്രയായി. മറ്റൊരു ദിവസം കരടിക്ക് കുറുക്കന്റെ ഗുഹയുടെ അരികത്ത് കൂടി വരേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ കുറുക്കന്റെ ഗുഹയുടെ അരികത്തേ കൂടി നടന്നു വന്നപ്പോ നല്ല മണം, നല്ല ഞണ്ടിറച്ചിയുടെ മണം. അപ്പൊ കുറുക്കനോട് ബാലുക്കരടി ചോദിച്ചു, എനിക്ക് കുറച്ച് ഞണ്ടിറച്ചി തരാമോ? പക്ഷെ കുറുക്കനുണ്ടോ കൊടുക്കുന്നു? കുറുക്കൻ പറഞ്ഞു, അയ്യോ, ഇന്ന് ഞണ്ട് ഒന്നും കിട്ടിയില്ല. ഒരു കാര്യം ചേട്ടൻ പോയിട്ട് നാളേക്ക് വാ. അങ്ങനെ ബാലുക്കരടി പോയി. പിറ്റേ ദിവസം നേരത്തെ തന്നെ ബാലുക്കരടി കുറുക്കന്റെ ഗുഹയിലെത്തി. കുറുക്കൻ ബാലുക്കരടിയെ കണ്ടതും പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ചേട്ടൻ നേരത്തെ എത്തിയല്ലോ. പക്ഷെ ഇന്നും ഞണ്ടൊന്നും കിട്ടിയില്ല. എന്ത് ചെയ്യാനാ ചോദിച്ചു. ബാലുക്കരടിക്ക് പക്ഷെ നല്ല ഞണ്ടിറച്ചിയുടെ മണം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ ചോദിച്ചു, എന്നിട്ട് നല്ല ഞണ്ടിറച്ചിയുടെ മണം വരുന്നുണ്ടല്ലോ. അപ്പൊ കുറുക്കൻ പറഞ്ഞു, അത് പണ്ടെപ്പോഴോ കിട്ടിയ ഞണ്ടിന്റെ മണമാണ്, ഈ ഞണ്ടിന്റെ അല്ല. ഇന്നത്തെ ഞണ്ട് ഇന്ന് കിട്ടിയില്ല, ഞണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ ബാലുക്കരടിക്ക് മനസ്സിലായി കൗശലം കുറുക്കൻ തന്നെ പറ്റിക്കുകയാണെന്ന്. കരടി ഒന്നും മിണ്ടാതെ ഗുഹയിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം വഴിയിൽ വെച്ച് ബാലുക്കരടിയെ കൗശലം കുറുക്കൻ കാണാനിടയായി. അതാ കയ്യിൽ തേൻകുടവുമുണ്ട്. കുറുക്കൻ മനസ്സിൽ വിചാരിച്ചു, ഇന്നും തേൻ കുടിക്കണം. അങ്ങനെ വിചാരിച്ച് കുറുക്കൻ ബാലുക്കരടിയോട് ചോദിച്ചു, കുറച്ച് തേൻ തരാമോ? അതിനെന്താ എന്ന് പറഞ്ഞ് ബാലുക്കരടി മൺകുടം കുറുക്കനെ ഏൽപ്പിച്ചു. അതാ കുറുക്കൻ കുടത്തിലേക്ക് തലയിട്ടു. അയ്യോ എന്ന് പറഞ്ഞിട്ട് കാറിക്കൊണ്ട് കുറുക്കൻ ഓടടാ ഓട്ടം. എന്തായിരിക്കും ഓടിയിട്ടുണ്ടാവുക പറയാമോ നിങ്ങക്ക്? ആ കുടം നിറയെ കടന്നലുകളായിരുന്നു. കടന്നലുകള് കൗശലം കുറുക്കനെ കുത്തി. കൗശലം കുറുക്കൻ അയ്യോ കാറിക്കൊണ്ട് ഒറ്റ ഓട്ടം. പുറകെ കടന്നലുകള് അല്ലേ? അപ്പൊ ഇത് കണ്ട് ബാലുക്കരടി ഉറക്കെ ചിരിച്ചു. ഭയങ്കര ചിരി. തന്നെ പറ്റിച്ച കുറുക്കന് നല്ലൊരു പണി തിരിച്ചു കൊടുക്കാൻ പറ്റിയതിൽ കരടിക്ക് സന്തോഷായി. അങ്ങനെ കരടി ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോ കഥ ഇഷ്ടായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അതിനടുത്തൊരു കുഞ്ഞി ബെൽ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്താലേ അടുത്ത കഥകളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. പിന്നെ നല്ലൊരു കഥയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് വരേക്കും
ബൈ ബൈ.